PC ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 10ാം ക്ലാസ്സുകാരുടെ മാത്സ് ചാപ്റ്റർ 4 സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ രണ്ടാം കൃതിയിലുള്ള സമവാക്യങ്ങൾ അത് നമ്മൾ ഇത്രയും ക്ലാസ് എടുത്തത്. ഇനി അടുത്തത് നമ്മൾ എടുക്കാൻ പോകുന്നത് ഒരു ടോപ്പിക് പറഞ്ഞിരുന്നു വർഗത്തികവ്, സ്ക്വയർ കംപ്ലീഷൻ, വർഗത്തികവ്. നമ്മൾ ഇതിൽ രണ്ട് ഇക്വേഷൻസ് ആണ് ഇപ്പൊ പഠിച്ചത് കേട്ടോ. ഏതൊക്കെ ഇക്വേഷൻസ് ആണ് നമ്മൾ ഇത്രയും നേരം കണക്ക് ചെയ്തപ്പോ നമ്മൾ അതിനെ a plus b all square പഠിച്ചതല്ലേ നമ്മൾ മുൻപ്. ഈ ഫോർമുല വെച്ചാൽ നമ്മൾ ചെയ്തത് a plus b all square അല്ലെങ്കിൽ a minus b all square. എന്താ a plus b all square എന്ന് പറഞ്ഞാൽ a square plus 2ab plus b square. ഇവിടെ a minus b all square എന്ന് പറയുമ്പോൾ a square minus 2ab plus b square. ഇതല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഈ തിയറി വെച്ചിട്ടാണ് നമ്മള് ഇത്രയും നേരം നമ്മൾ കണക്ക് ചെയ്തപ്പോ എന്താ ചെയ്യുന്നത്, ഈ സൈഡിലേക്കാണ് തന്നിരുന്നത് അല്ലെ. നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ വരും, a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ കിട്ടും. അതിൽ നിന്ന് നമ്മൾ a പ്ലസ് ബി എടുത്തിട്ട് ഉത്തരം ചെയ്ത് ഇത്രയും നേരം നമ്മൾ ചെയ്ത അങ്ങനെയാണ്. ഇനിയിട്ട് നമ്മൾ ചെയ്ത രണ്ടാമത്തെ രീതിയാണ് കേട്ടോ. സ്ക്വയർ കംപ്ലീഷൻ എന്ന് പറഞ്ഞാൽ വർഗത്തികവ് എന്ന് പറഞ്ഞാൽ ഇതാണ് വർഗം കാണാനുള്ള, സ്ക്വയർ കാണാനുള്ള ഫോർമുല ഇതാണ്. അതിലെ ബി നമുക്ക് തന്നിട്ടുണ്ടാവില്ല. ആ ബി നമ്മൾ കണ്ടുപിടിച്ചിട്ട് നമ്മൾ വീണ്ടും പഴയ രീതിയിലേക്ക്. അപ്പൊ ഇത്രയും നേരം നമ്മൾ ചെയ്തത് ഇവിടെ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഏതെങ്കിലും ഒരു ഇതിന് മുൻപത്തെ നമ്മൾ കണക്കുകൾ ചെയ്തിരുന്നു. നമ്മൾ എന്താ ചെയ്തിരുന്നത്, എക്സാമ്പിൾസ് ചെയ്തപ്പോ അതിൽ നിന്ന് നമുക്കിപ്പോ എക്സ് പ്ലസ് ഏതെങ്കിലും ഒരു ഫോർമുല വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്തിരുന്നത്, ഈ എയും ബിയും എടുത്തു അല്ലെ. അങ്ങനെ നമ്മൾ a പ്ലസ് ബി ഓൾ സ്ക്വയർ കണ്ടിട്ടാണ് നമ്മള് ചെയ്തത്. പക്ഷെ ഈ നേരെ തിരിച്ച് ബി കിട്ടിയിട്ടില്ല. അപ്പൊ ബി വർഗം തികയ്ക്കണം എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് കണ്ട് നമ്മൾ ഇതിന്റെ a പ്ലസ് ബിയുടെ സ്ക്വയർ അത് എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോ ഈ ബി എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കണം, എന്നിട്ട് നമ്മൾ എഴുതണം. അതിന് നമുക്ക് ആദ്യം തന്നെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, പേജ് നമ്പർ 81 ചോദ്യം ഞാൻ വായിക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ. ഒരു സ്ക്വയർ തന്നില്ലേ, ഗ്രീൻ സ്ക്വയർ, പടത്തിലെല്ലാം കാണുന്നില്ലേ, പേജ് നമ്പർ 81 ഒരു പടം കാണുന്നില്ലേ, ഒരു പച്ച സ്ക്വയർ. ഇവിടെ ഒരു പച്ച കളറിലുള്ള ഒരു സ്ക്വയർ. പിന്നെ തന്നിരിക്കുന്നത് എന്താണെന്നൊക്കെ, എ ഗ്രീൻ സ്ക്വയർ 2 യെല്ലോ റെക്ടാംഗിൾസ് ഓഫ് ദ സെയിം ഹൈറ്റ്, അതേ ഹൈറ്റിലുള്ള രണ്ട് റെക്ടാംഗിൾസ്. ഇവിടെ ഇതൊരു റെക്ടാംഗിൾ കൂട്ടി, ഇവിടെ ഇതൊരു റെക്ടാംഗിൾ, രണ്ട് റെക്ടാംഗിൾസ് കൂട്ടണേ. ഇതൊരു സ്ക്വയർ ആണ്, അതിന്റെ സൈഡിൽ ഇവിടെ ഒരു റെക്ടാംഗിൾ വെച്ചു, ഇവിടെ ഒരു റെക്ടാംഗിൾ വെച്ചു. ഇതാണ് ചോദ്യം. പിന്നെ തന്നിട്ടുണ്ട് എ ഗ്രീൻ സ്ക്വയർ 2 യെല്ലോ റെക്ടാംഗിൾസ് ഓഫ് ദ സെയിം ഹൈറ്റ് ആൻഡ് എ സ്മോൾ ബ്ലൂ സ്ക്വയർ. കാണുന്നില്ല എല്ലാരും പടത്തില്, ഒരു ചെറിയൊരു ബ്ലൂ സ്ക്വയർ ആർ കെപ്റ്റ് ടുഗദർ. അതിന്റെ കൂടെ ഇവിടെ ഒരു സ്ക്വയർ വെച്ചിട്ടുണ്ട്, ഒരു ബ്ലൂ കളറിൽ. ഇത് ബ്ലൂ കളറിലുള്ള സ്ക്വയർ ആണ്, ഇത് യെല്ലോ, ഇത് ഗ്രീൻ. ഇത്രയുമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ദ വിഡ്ത്ത് ഓഫ് ദ യെല്ലോ റെക്ടാംഗിൾ, ഏതാ ഇത് യെല്ലോ റെക്ടാംഗിൾ ഇതല്ലേ, അതിന്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ വീതി എത്രയാണ്, വിഡ്ത്ത് ഓഫ് ദ യെല്ലോ റെക്ടാംഗിൾ ആൻഡ് ദ സൈഡ് ഓഫ് ദ ബ്ലൂ സ്ക്വയർ, ഇതിന്റെ വീതിയും, ഇത് റെക്ടാംഗിൾ അവിടെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, ഈ റെക്ടാംഗിളിന്റെ വീതിയും ഇതിന്റെ സൈഡും ഈക്വൽ ആണ് എന്ന്. അപ്പൊ നമ്മള് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ എക്സ് കൊടുക്കുകയാണെങ്കിൽ ഇതും എന്താണ്, എക്സ് ആണ്. കിട്ടിയോ? അല്ല, 1 മീറ്റർ ആണ് പറയുന്നത് കേട്ടോ. ദ വിഡ്ത്ത് ഓഫ് ദ യെല്ലോ റെക്ടാംഗിൾ ആൻഡ് ദ സൈഡ് ഓഫ് ദ ബ്ലൂ സ്ക്വയർ ആണ്. ഇത് രണ്ടും എന്താണെന്ന് 1 മീറ്റർ ആണ്. അപ്പൊ ഇത് 1 ആണെങ്കിൽ ഇതും 1 ആണ്, ഇതിന്റെ സൈഡുകളെല്ലാം 1 ആണ്. ഇത്രയാണ് തന്നിരിക്കുന്നത്. ആൻഡ് ദ ടോട്ടൽ ഏരിയ ഓഫ് ദ എൻറ്റയർ ഫിഗർ, ഏതൊക്കെ ഫിഗറാ, എൻറ്റയർ ഫിഗർ കംപ്ലീറ്റ് ഫിഗർ, ഈ ഒരു സ്ക്വയറും, ഇത് ഒന്നാമത്തെ, ഇത് രണ്ടാമത്തെ, ഇത് മൂന്നാമത്തെ, ഇവിടെ ഇത് നാലാമത്തെ. ഈ 4 എണ്ണം കൂടി കൂട്ടിയാൽ, 4 ഏരിയ കൂടി കൂട്ടിയാൽ നമുക്ക് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇറ്റ്സ് 100 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഇത്രയാണ് തന്നിരിക്കുന്നത്. എന്നിട്ട് ഇനി കാണാൻ തന്നിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ ഗ്രീൻ സ്ക്വയർ. ഈ ഗ്രീൻ സ്ക്വയർ ഏതാ, ഒന്നാമത്തെ സ്ക്വയർ, അതിന്റെ ലെങ്ത് ഓഫ് ദ സൈഡ് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി മലയാളം മീഡിയത്തിന്റെ ചോദ്യം നോക്കാം. ഇപ്പൊ ചോദ്യം എല്ലാവർക്കും മനസ്സിലായില്ലേ. ഇനി മലയാളം മീഡിയത്തിന്റെ നോക്കുന്നത്, പച്ച നിറത്തിലുള്ള ഒരു സമചതുരവും ഇവിടെ പറഞ്ഞു അല്ലെ,
പച്ച നിറത്തില് സമചതുരവും അതേ ഉയരമുള്ള രണ്ട് ചുവന്ന, ഇത് ചുവന്ന കളറാണ് കേട്ടോ. ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് ഇവിടെ യെല്ലോ കൊടുത്തപ്പോ ഈ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് മലയാളം മീഡിയക്കാർക്ക് രണ്ട് റെഡ് കളേഴ്സ് ആണ്. ഇതും റെഡ് കളറാണ്. അത് നമുക്ക് കുഴപ്പമില്ല, ഏത് കളറായാലും കുഴപ്പമില്ല. രണ്ട് ചുവന്ന ചതുരങ്ങളുടെ വീതിയും മഞ്ഞ സമചതുരത്തിന്റെ, അതിൽ ഇതാണ് മഞ്ഞ കളർ, ഇതാണ് മഞ്ഞ കളർ കൊടുത്തത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതിന്റെ വീതിയും ഇതിന്റെ വീതിയും ഇതിന്റെ വീതിയും സെയിം ആണ്. ഈ റെക്ടാംഗിൾ രണ്ട് യെല്ലോ റെക്ടാംഗിൾസ് ഇല്ലേ, ഇംഗ്ലീഷ് മീഡിയത്തിന്റെ യെല്ലോ ആണ്, മലയാളം മീഡിയത്തിന്റെ റെഡ് കൊടുത്തിരിക്കണെങ്കിൽ ഈ രണ്ട് ചതുരങ്ങളുടെയും ഈ കളർ ഏതായാലും കുഴപ്പമില്ല കേട്ടോ, ഈ രണ്ട് റെക്ടാംഗിളിന്റെയും ഈ സമചതുരത്തിന്റെയും സൈഡ് സെയിം ആണ് എന്ന് വെച്ചാൽ ഒരു മീറ്റർ ആണ് കേട്ടോ. അപ്പൊ ഇത് മീറ്റർ സ്ക്വയർ ആയിരിക്കുള്ളൂ കേട്ടോ. ഇത് മീറ്റർ ആണ്. അപ്പൊ ഇതെന്താ വരുന്നത്, മീറ്റർ സ്ക്വയർ ആണ്. എന്നിട്ട് പറയണ ഈ ചിത്രത്തിന്റെ ആകെ പരപ്പളവ് 100 ചതുരശ്ര മീറ്റർ ആണെന്ന്. ഇനി കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് പച്ച സമചതുരത്തിന്റെ വശങ്ങളുടെ നീളം നമ്മളോട് കണ്ടുപിടിക്കണം. ഇത്രയാണ് നമുക്കുള്ളത്. പച്ച സമചതുരത്തിന്റെ എന്ന് പറയുമ്പോൾ ഇതാണ്, ഇതിന്റെ വശത്തിന്റെ നീളമാണ്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ട് ചോദ്യം ഏതാണ് നമുക്ക് കാണണ്ടെങ്കിൽ അതിന് നമ്മൾ എക്സ് കൊടുക്കണം. അപ്പൊ ലാസ്റ്റ് ലൈനിൽ ചോദ്യം പറയുന്നത് ഈ ഒരു സൈഡാണ്, അത് നമ്മൾ കണ്ടുപിടിക്കണം. അതിന് എത്രയാണ് എക്സ് എന്ന് നമ്മൾ കൊടുത്തു. കിട്ടിയില്ലേ? ഇനി നമ്മളിത് ചെയ്യാൻ പോവാണ്. നോക്കാം, ഞാൻ ഈ ഇക്വേഷൻ ഒന്ന് മാറ്റിയാണ് ഇവിടെ സ്ഥലം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാവർക്കും കിട്ടുന്നതല്ലേ ഇക്വേഷൻ? എ പ്ലസ് ബി ഓൾ സ്ക്വയർ എപ്പോ ചോദിച്ചാലും കിട്ടും കേട്ടോ. എ പ്ലസ് ബി ഓൾ സ്ക്വയറും എ മൈനസ് ബി ഓൾ സ്ക്വയറും. അപ്പോ നമ്മൾ ഈ സമചതുരത്തിന്റെ ടോട്ടൽ ഏരിയ തന്നിട്ടുണ്ട് 100 മീറ്റർ സ്ക്വയർ ആണെന്ന്. അതിനെ നമ്മളൊന്ന് മാറ്റി വരയ്ക്കാനാണ് പോണേ. കാരണം നമുക്ക് ഇങ്ങനെ ഒരു ഫിഗർ തന്നാൽ ഓരോന്നിന്റെയും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് കാണാം അല്ലെ. പക്ഷെ ഇത് ഓരോന്നിന്റെ അല്ല, ഈ ഒരു ഫിഗർ ഫുൾ ആയിട്ടാണ് തന്നേക്കുന്നത്. അപ്പൊ നമുക്കത് കാണണമെങ്കിൽ, ഈ സമചതുരത്തിന്റെ സൈഡ് കാണണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഈ പടത്തിനെ ഒന്ന് മാറ്റുകയാണ് കേട്ടോ. ഈ പടത്തിനെ മാറ്റാൻ വെച്ചാൽ ഈ സമചതുരം ഉണ്ടല്ലോ അത് ആദ്യം വരച്ചു. ഈ സമചതുരം വരച്ചു. എന്നിട്ട് ഇതേ ഹൈറ്റുള്ള ഒരു യെല്ലോ റെക്ടാംഗിൾ ഇല്ലേ, റെക്ടാംഗിൾ, ഈ റെക്ടാംഗിള് നമ്മൾ ഇവിടെ വരച്ചു. ഹൈറ്റ് സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കേട്ടോ. അപ്പൊ ഇത് ഒന്നാമത്തെ ഇവിടെ എടുത്തു വരച്ചു, രണ്ടാമത്തെ നമ്മൾ ഇവിടെ എടുത്തു വരച്ചു. ഈ മൂന്നാമത്തെ നമ്മൾ ഇവിടെയാണ് വരയ്ക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ഹൈറ്റ് സെയിം ആണ്. സ്ക്വയറിന്റെ ഈ സൈഡും സെയിം അല്ലേ. അപ്പോ ഇതൊരു മീറ്റർ ആണ്. ഇത് നമ്മൾ ഇങ്ങനെ വരച്ചു, ഇവിടെ വരെ ഉള്ളൂ. കാരണം ഈ സമചതുരത്തിന്റെ സൈഡ് വരെ ഉള്ളൂ. അടുത്തത് ഇവിടെ ഒരു ചെറിയൊരു സ്മോൾ സ്ക്വയർ, ആ സ്ക്വയറിന്റെ ഒരു മീറ്റർ തന്നെയാണ്. അപ്പൊ ഇത് ശരിക്കും ഇവിടെ ഇങ്ങനെ 1 മീറ്റർ. അപ്പൊ ഇത് മൂന്നാമത്തെ, ഇത് നാലാമത്തെ. അപ്പൊ ഈ പടത്തിനെ നമ്മളൊന്ന് മാറ്റി. കിട്ടിയോ? ഇനി ഈ പടം ഒന്ന് മാറ്റിവിടെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ പടം മനസ്സിലായില്ലേ? ഈ പടത്തിനെ നമ്മൾ എങ്ങനെയാ മാറ്റിയതെന്ന് ശ്രദ്ധിക്കാം. ആദ്യം ഈ ഗ്രീൻ കളറിലുള്ളത് ഇവിടെ വരച്ചു. അത് കഴിഞ്ഞ് ഇവിടെ രണ്ടാമത്തെ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചു. മൂന്നാമത്തെ എടുത്തിട്ട് ഇവിടെ വെച്ചു. അപ്പൊ ഇവിടെ ഒരു കഷ്ണം പോലെ ഇങ്ങനെ ബാക്കി വന്നു. അവിടെ ഇതെടുത്ത് ഫിൽ ചെയ്തു. കിട്ടിയില്ലേ? അപ്പൊ നമുക്ക് ഇവിടെ ഇപ്പൊ ഒരു വലിയ സ്ക്വയർ ആണ് കിട്ടിയേക്കുന്നത്. ഏത് സ്ക്വയറാണ് കിട്ടിയേക്കണേ? പേര് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇപ്പൊ കിട്ടിയേക്കുന്ന സ്ക്വയർ ABCD അല്ലെ. ഇങ്ങനെ ഇതിന്റെ ഈ കംപ്ലീറ്റ് ഈ 4 സ്ക്വയറുകളുടെയും കൂടി, 4 സ്ക്വയർ അല്ല, ഇതൊരു സ്ക്വയറും ഇതൊരു സ്ക്വയറും, ഇത് 2 റെക്ടാംഗിൾസ്. ഈ 4 പോളിഗൺസിന്റെ കൂടി ടോട്ടൽ ഏരിയ 100 ആണ്. അപ്പോ ഇവിടുന്ന് ഇവിടത്തോളം ഈ സൈഡിലെ നമുക്ക് കണ്ടുപിടിക്കാൻ പറയുന്നത് ഈ ഇത് എക്സ് ആണ്, ഇത് എക്സ് ആണ്. ഇവിടെ നമുക്ക് എക്സ്, ഇവിടെ എക്സ് ആണ്. അപ്പൊ ഇതിന്റെ ഏരിയ കാണണമെങ്കിൽ ഈ വശത്ത് ഇതിന്റെ ഏരിയ എത്രയാണ്? ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് ഇതിപ്പോ സ്ക്വയർ അല്ല, സ്ക്വയർ വീണ്ടും റെക്ടാംഗിൾ ആയി അല്ലേ. അപ്പൊ എന്താ ഏരിയ? L×B ആണ്. L×B എന്ന് പറയുമ്പോ ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ നിന്ന് ഇവിടത്തോളം വരെ എക്സ് ഉള്ളൂ, ഇതുള്ളൂ. ഓക്കെ അല്ലെ. ഇവിടെയും അല്ല, ഈ എക്സും പിന്നെ ഇവിടെ 1 ആണ്. ഇവിടെ എക്സ് പിന്നെ 1. അപ്പൊ നമുക്ക് ഏരിയ എന്തെന്നാ? സൈഡ് ഇൻറ്റു സൈഡ്. ഒരു വശം എക്സ് ആണെങ്കിൽ അതിന്റെ ഏരിയ x². ഇവിടുത്തെ സൈഡ് എത്രയാ? ഈ AB എന്ന് പറയുന്ന സൈഡ് എത്രയാ? x+1 അല്ലേ. x+1 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോ ഈ സൈഡോ AB x+1 ആണ്.
ഏരിയ കാണാനായിട്ട് എ ബി ഇൻറ്റു എ ഡി ആണ്. എ ഡി എത്രയാണ്? എക്സ് പ്ലസ് 1. ഇതുപോലെ ഇവിടത്തോളം വരെ എക്സ് ആണ്, ഇവിടെ പ്ലസ് 1 ആണ്. അപ്പൊ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ സ്ക്വയർ. സ്ക്വയർ കിട്ടിയില്ലേ? അപ്പൊ ഇത് എത്രയാണ് കിട്ടുന്നത്? ഇവിടെ തന്നിട്ടുണ്ട്, ഇത് 100 ആണ്. ഇനി നമ്മൾ നമ്മുടെ ഫോർമുല വെച്ച് ചെയ്യാണ്. എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഇത് സിമ്പിൾ ആണ് കേട്ടോ. വർഗം തിരക്കല് സ്ക്വയർ കംപ്ലീഷൻ നമ്മൾ തുടങ്ങിയിട്ടില്ല, അടുത്ത കണക്കിലാവുമ്പോഴേക്ക് വരുമോ. ഇതിപ്പോ നിങ്ങളോട് ഈ ഫോർമുല വെച്ച് ആദ്യം ഒന്ന് ചെയ്യാൻ പറയുന്നതാണ്. എക്സ് പ്ലസ് 1 ഓൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 100 ആണ് എന്ന് കിട്ടി. എല്ലാവർക്കും അത് മനസ്സിലായോ? കാരണം നമ്മൾ സൈഡ് ഈ സ്ക്വയറിനെ നമ്മളൊന്ന് മാറ്റി മറിച്ച് ഇപ്പൊ വലിയൊരു സ്ക്വയർ ആക്കി അല്ലെ. ഒരു സ്ക്വയറും 2 റെക്ടാങ്കിളും പിന്നെ ഇവിടെ ഒരു ചെറിയ സ്ക്വയറും, ഈ 4 ഫിഗറും കൂടി കൂട്ടിപ്പോ ഇപ്പൊ നമുക്ക് വലിയൊരു സ്ക്വയർ അല്ലേ. കാരണം ഇവിടുന്ന് ഇവിടത്തോളം വരെ എക്സ് ആണ്, ഇത് 1 ആണ്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾ എക്സ് ആണ്, ഇത് 1 ആണ്. അപ്പൊ എല്ലാ സൈഡും ഈക്വൽ അല്ലേ? എല്ലാ 4 സൈഡും ഈക്വൽ ആയതുകൊണ്ട് എ ബി സി ഡി ഇസ് എ ബിഗ് സ്ക്വയർ. ഈ സ്ക്വയറിന്റെ ഏരിയ അവർ തന്നിട്ടുണ്ട്. എൻറ്റയർ ഫിഗറിന്റെ മുഴുവൻ ഫിഗറിന്റെയും ഈ പടം ഫുള്ള് 4 ഫിഗേഴ്സ് ആണ്. ഒരു സമചതുരം, ഇവിടെ ഒരു റെക്ടാങ്കിൾ, ഇവിടെ റെക്ടാങ്കിൾ, ഇതൊരു സമചതുരം. ഇത് 4 കൂടി കൂട്ടിയാൽ 100 ആണെന്ന് പറഞ്ഞു അല്ലെ ഏരിയ. അപ്പൊ നമ്മൾ കാണുകയാണ് എന്താണ് നമുക്ക് ഏരിയ വരുന്നത്? എക്സ് പ്ലസ് 1 ഓൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 100. നമുക്ക് ഇവിടെ ഒന്നും എക്സ്പാൻഡ് ചെയ്ത് എഴുതണ്ട, അതിന്റെ സ്ക്വയർ ഇങ്ങ് കളഞ്ഞാൽ മതി. ഇതിന്റെ സ്ക്വയർ കളയാനുള്ള വർഗം കളയ, വർഗം 2 അല്ലെ. ഈ 2 കളയ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 1 ആയി അല്ലെ. വർഗം കളയാന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് പ്ലസ് 1 ആണ്. പക്ഷെ അങ്ങനെ വർഗം നമുക്ക് ഒരു സൈഡിൽ കളയാൻ പറ്റില്ല. ഈ സൈഡിൽ സ്ക്വയർ കളഞ്ഞാൽ അപ്പുറത്തും സ്ക്വയർ കളയണം എന്ന് പറഞ്ഞാൽ 100ന്റെ റൂട്ട് കാണാം. 100ന്റെ റൂട്ട് എത്രയാണ്? 10 ആണ്. Then x is equal to 10. ഈ പോസിറ്റീവ് ഒന്ന് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ -1 ആയി. അപ്പൊ എത്ര കിട്ടി? 9. നമ്മളോട് ഇത്രയും സിമ്പിൾ, ഇത്രയുള്ള ചോദ്യം എന്താണ്? ഇതിന്റെ ഈ എക്സ് എത്രയാണ്? ഗ്രീൻ സ്ക്വയറിന്റെ ഗ്രീൻ സ്ക്വയർ ഇതാണ്, ഇതാണ് ഗ്രീൻ സ്ക്വയർ. അതിന്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. അപ്പൊ അതിന്റെ ഒരു സൈഡ് എത്രയാണ്? 9 മീറ്റർ. എഴുതി കേട്ടോ, 9 മീറ്റർ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേജ് നമ്പർ 82 പേജ് നമ്പർ 82 നോക്കാം. One side of the rectangle is 2 meters longer than the other side of side and its area is, രണ്ട് സൈഡുകളും തന്നിട്ടുണ്ട്, ഏരിയ തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നമുക്ക് സുഖമായിട്ട് എക്സ് കണ്ടുപിടിക്കാം. and its area is 224 square meter. What are the length of sides? സൈഡ്സിന്റെ ലെങ്ത് എത്രയാണ്? മലയാളം മീഡിയത്തിന്റെ ചോദ്യം നോക്കാം. ഒരു ചതുരത്തിന്റെ വലിയ വശത്തിന് ചെറിയ വശത്തിന്റെ നീളത്തേക്കാൾ 2 മീറ്റർ കൂടുതലാണ് എന്ന്. അതിന്റെ പരപ്പളവ് 224 ആണ് എന്ന്. എന്താ പറയുന്നത്? ചെറുതിന് വലുതിനേക്കാൾ ഒരു റെക്ടാങ്കിൾ. എന്റെ ചോദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്? ചോദ്യം ഒന്നുകൂടി വായിച്ചു നോക്കാം. അതിൽ പറഞ്ഞിരിക്കുന്നത് ചെറിയ സൈഡ്, one side of the rectangle is 2 meters longer than the other and its area is 224. What are the length? രണ്ട് സൈഡും കാണും കേട്ടോ. ഒരു വശം എന്ന് പറഞ്ഞാൽ ചെറുത് എന്ന് പറയുന്നത് ഇതല്ലേ, ഇതാണ് ചെറുത്. അപ്പൊ വലുത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനേക്കാൾ 2 കൂടുതൽ. കിട്ടിയില്ലേ? ലൈനിൽ നിന്ന് നമ്മൾ ആദ്യം തന്നെ നമുക്ക് ഇക്വേഷൻ എഴുതിണ്ടാക്കാൻ നോക്കാം കേട്ടോ. ഫസ്റ്റ് ലൈനിൽ തന്നിരിക്കുന്നത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഒന്നാമത്തെ വശത്തിന് നമ്മൾ എക്സ് കൊടുക്കുകയാണ്. ചെറിയ വശത്തിന് എക്സ് കൊടുത്താൽ ചെറുതിനേക്കാൾ 2 മീറ്റർ കൂടുതൽ എന്ന് പറയുമ്പോൾ ചെറുതിനാണ് നമ്മൾ എക്സ് കൊടുക്കുക അല്ലെ. ഇനി ഇതിന്റെ ഏരിയ കാണാനുള്ള ഫോർമുല എന്താ? ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു. എന്താ ഏരിയ കാണാനുള്ള ഫോർമുല? L into B. L into B എന്ന് പറഞ്ഞാൽ L എന്ന് പറഞ്ഞാൽ എന്താണ്? x plus 2 ആണ്. into B x ആണ് അല്ലെ. x into x plus 2 അത് എത്രയാണ് തന്നിട്ടുണ്ട്? 224 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് സുഖമായിട്ട് കാണാം. ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതി നോക്കാം. x into x എത്രയാ? x സ്ക്വയർ. കണ്ടോ? x into x സ്ക്വയർ പ്ലസ് x into 2x is equal to ആണ് 224. ഇതുവരെ നമുക്ക് കിട്ടി. ഇനിയാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രോബ്ലം നമ്മൾ ചെയ്യുന്നത് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ. ഓക്കെ, ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇത് a സ്ക്വയർ പ്ലസ് 2ab പ്ലസ്
ബി സ്ക്വയർ. ഇവിടെ എന്താണ് നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് നമുക്ക് എ പ്ലസ് ബി ഹോൾ സ്ക്വയറിലേക്ക് ഇങ്ങ് കൊണ്ടുവരാം, നേരത്തെ ചെയ്ത പോലെ തന്നെ കേട്ടോ. അപ്പൊ ഇവിടെ ഇത് കണ്ടുപിടിക്കാനായിട്ട് എ സ്ക്വയർ പ്ലസ് 2ab, ഇത് എന്താണ് 2ab ആണ്. അപ്പൊ അത് നിങ്ങൾ ആദ്യം എഴുതി നോക്കുക കേട്ടോ. 2ab എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇതായിരിക്കും 2ab എന്ന് പറയുന്നത് അല്ലേ. ഫോർമുലയിൽ എന്താണ് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. അപ്പൊ ബി നമുക്ക് കണ്ടുപിടിക്കണം, അതാണ് വർഗം പൂർത്തിയാക്കല്. വർഗം കണ്ടുപിടിക്കുക, വർഗം പൂർത്തിയാക്കണം ചെയ്ത് കംപ്ലീറ്റ് സ്ക്വയർ കംപ്ലീറ്റ് ആക്കണമെങ്കിൽ ബി കിട്ടണം. അപ്പൊ നമ്മൾ ബി കണ്ടുപിടിക്കണം. 2ab എന്ന് പറഞ്ഞാൽ 2x ആണ് എങ്കിൽ ബി എത്രയാണ്? ബി എത്രയാ? എ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ? എ സ്ക്വയർ x ആണ്. എ എന്ന് പറഞ്ഞാൽ x ആണ്. ബി ഈക്വൽ ടു എത്രയാണ്? ഈ 2x ബൈ ഈ 2a അല്ലേ. ബി കണ്ടുപിടിക്കണമെങ്കിൽ ഈ 2a ഇങ്ങോട്ട് കൊണ്ടുവന്നു ഡിവിഷനായി, അതില് 2ഉം 2ഉം വെട്ടിപ്പോയി. എക്സ് എന്ന് പറയുന്നതാണ് ഇതിലെ a, 2ab അല്ലെങ്കിൽ 2x into y അങ്ങനെയല്ലേ വരുന്നത്. അപ്പോ x അപ്പൊ എത്ര കിട്ടി? 1. അപ്പൊ ബി എന്ന് പറഞ്ഞാൽ എത്രയാ? 1 ആണെന്ന് കണ്ടു. അപ്പൊ നമ്മൾ ഇവിടെ കൂട്ടണത് എന്താണ്? 1ന്റെ സ്ക്വയർ ബി സ്ക്വയർ. ഇവിടെ ബി കിട്ടി 1, ബി 1 കിട്ടി കഴിഞ്ഞാൽ ബി സ്ക്വയർ. പക്ഷെ ഇപ്പൊ ഇവിടെ നമ്മൾ ബി സ്ക്വയർ 1ന്റെ സ്ക്വയർ കൊടുത്താൽ ഇവിടെയും നമ്മൾ 1ന്റെ സ്ക്വയർ കൊടുക്കണം ഈ സൈഡിലും. കാരണം ഇക്വേഷൻ ശരിയാക്കാൻ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞിട്ട് വെറുതെ ഇട്ട് കൊടുക്കാൻ പറ്റില്ല, അപ്പുറത്ത് നമ്മൾ ഇടണം. അപ്പൊ ഇവിടെ നമ്മൾ 1ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്, അതുകൊണ്ട് അവിടെ 1 ഇട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് ശരിയാക്കാം. ഇതിപ്പോ ഏതായി ഫോർമുല? എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് അതിനെ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയറിനെ ഏത് ഫോമിലേക്ക് ആക്കാം? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ. അപ്പൊ എ എടുക്കുക, എ എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാ? x ആണ്. പ്ലസ് ബി എടുക്കുക, ബി എത്രയാ? 1 സ്ക്വയർ. അത് എത്രയാണ്? 224 പ്ലസ് 1 225. കിട്ടിയില്ല അവിടെ? ഇനി x പ്ലസ് 1 225 ആണ്. x പ്ലസ് 1ന്റെ സ്ക്വയർ. അപ്പൊ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? നേരത്തെ അപ്പൊ ഇവിടെ വരെയുള്ളൂ നമ്മുടെ പുതിയ രീതി കേട്ടോ. ഇനി നമ്മൾ കഴിഞ്ഞ കണക്കിൽ ചെയ്ത പോലെ, കഴിഞ്ഞ കണക്കിൽ നമ്മൾ എന്താ ചെയ്തത്? ഇതിന്റെ സ്ക്വയർ കളഞ്ഞു. ആദ്യം ഇവിടെ ബി കണ്ടുപിടിച്ചു, അതാണ് നമ്മുടെ ഇപ്പോഴത്തെ രണ്ടാമത്തെ രീതി. അത് കഴിഞ്ഞ ആദ്യത്തെ രീതിയിലേക്ക് വന്നു. ഫസ്റ്റ് വേദ എക്സ് പ്ലസ് 1ന്റെ സ്ക്വയർ കളഞ്ഞു. ഇതിന്റെ സ്ക്വയർ കളയാ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 1 എഴുതിയാൽ മതി അല്ലേ. ഈസ് ഈക്വൽ ടു, അപ്പൊ ഇതിന്റെ റൂട്ട് കാണണം. 225ന്റെ റൂട്ട് എത്രയാ? 225ന്റെ റൂട്ട് 15 ആണ്. നമ്മള് റൂട്ടുകൾ കണ്ടുപിടിക്കാൻ എല്ലാവരും പഠിച്ചിട്ടില്ലേ? നമ്മൾ ചെറിയ ക്ലാസ്സിൽ 25 വരെ, നാളേക്ക് അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങൾ ഇരിക്കുമ്പോഴേക്കും 25 വരെയുള്ള നമ്പേഴ്സിന്റെ ഒക്കെ സ്ക്വയർ കാണണം കേട്ടോ. 1 മുതൽ, 1ന്റെ എല്ലാവർക്കും അറിയില്ലേ? 1, 2ന്റെ 4, 3ന്റെ 9, പിന്നെ 4ന്റെ 16, 25, 36 അങ്ങനെ നമ്മള് എത്ര വരെ? 625. 25ന്റെ വരെ എപ്പോ ചോദിച്ചാലും നിങ്ങൾക്ക് കാണാതെ കിട്ടണം കേട്ടോ. കുറെയൊക്കെ നമുക്ക് ചെയ്തു നോക്കാൻ പറ്റും, പക്ഷെ നിങ്ങൾക്ക് 25ന്റെ സ്ക്വയർ വരെ എല്ലാവരും ബൈ ഹാർട്ട് പഠിച്ചിരിക്കണം. അപ്പൊ നമ്മൾ എപ്പോ ചോദിച്ചാൽ കണക്കില്. അപ്പൊ 225ന്റെ ഇത് നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. 225 ഇല്ലേ? എന്നിട്ട് രണ്ടെണ്ണത്തിനായിട്ട് നമ്മൾ ഫാക്ടറൈസേഷൻ മെത്തേഡ് നമുക്ക് ഇത് കാണാൻ പറ്റും. അതല്ലെങ്കിൽ റൂട്ട് കാണുന്ന വഴിയുണ്ട്, അതല്ലെങ്കിൽ നമുക്ക് വേറൊരു എളുപ്പ വഴിയുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം വലിയ സംഖ്യകൾ വരുമ്പോ കേട്ടോ. വലിയ സംഖ്യകൾ കാണാനായിട്ട് എളുപ്പ വഴി നമുക്ക് പറഞ്ഞുതരാം. ചില നമ്പേഴ്സ് നമുക്ക് ഇങ്ങനെ ഫാക്ടറൈസേഷൻ മെത്തേഡിൽ കിട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇത് നിങ്ങൾ 25 വരെയുള്ള നമ്പേഴ്സിന്റെ എല്ലാത്തിന്റെയും സ്ക്വയർ പഠിക്കാം. അപ്പൊ ഇത് കിട്ടി നമുക്ക് എത്രയാണ്? 225ന്റെ 15 കിട്ടി. അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു എത്രയാ? ഈ 1 അങ്ങോട്ട് കൊണ്ടുപോവാം. 15 പ്ലസ് 1 അങ്ങോട്ട് പോകുമ്പോ -1. സോ ഇറ്റ് ഈസ് 14 അല്ലേ. അപ്പൊ നമുക്ക് ഒന്നാമത്തെ വശം കിട്ടി. എത്രയാണ്? ഈ വശം എത്ര കിട്ടി? ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ എക്സ് 14 എല്ലാവർക്കും മനസ്സിലായോ? എക്സ് 14 കിട്ടിയാൽ നമ്മൾ ആദ്യം എഴുതേണ്ടത് ബ്രെഡ്ത്ത് ഓഫ് ദ റെക്ടാംഗിൾ. റെക്ടാംഗിളിന്റെ വീതി, ചതുരത്തിന്റെ വീതി ഈസ് ഈക്വൽ ടു എക്സ്. വീതി എത്രയാ? ബ്രെഡ്ത്ത് എത്ര കിട്ടി? 14. ദെൻ ലെങ്ത് ഈസ് ഈക്വൽ ടു നീളം. നീളം എത്രയാണ്? എക്സ് പ്ലസ് 2. 14 പ്ലസ് 2 എത്രയാ? 16. ഇങ്ങനെ ഉത്തരം എഴുതണം കേട്ടോ. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഇത്രയാണ് നമുക്ക് ഈ കണക്ക് നമുക്ക് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? വർഗം പൂർത്തിയാക്കുക. അത് മാത്രം ശ്രദ്ധിക്കാനുള്ളൂ കേട്ടോ. വർഗം പൂർത്തിയാക്കാന്ന് വെച്ചാൽ ബി കണ്ടുപിടിക്കാൻ 2x എന്ന് പറയുന്നത് 2ab ആണ് ഈ നടുക്കത്തെ.
2ab എന്ന് പറഞ്ഞാൽ നടുക്കത്തെയാണ്, ഇത് x എന്ന് പറഞ്ഞാൽ a ആണ്. അപ്പൊ 2b ആണ് 2. അപ്പൊ അതിൽ നിന്ന് b എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി? 1 കിട്ടി. അപ്പൊ നമ്മൾ 1ന്റെ സ്ക്വയർ ഇവിടെ ഇട്ടാൽ നമ്മൾ ഇവിടെയും 1 കിട്ടും. കിട്ടിയില്ല എല്ലാവർക്കും? അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫോർമുലേനെ നമ്മളൊന്ന് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയറിനെ a പ്ലസ് b ഓൾ സ്ക്വയർ ഫോമിലേക്ക് നമ്മൾ ആക്കി. അത് കഴിഞ്ഞ് ചെറുതാക്കി കൊണ്ട് നമുക്ക് x കണ്ടുപിടിച്ചു. x കണ്ടുപിടിച്ചാൽ മാത്രം പോലെ ഞാൻ പറയുന്ന സ്ഥിതിക്കൂടെ എല്ലും ബിയും എഴുതി വെക്കണം കേട്ടോ. അവര് ചോദിച്ചത് റെക്ടാങ്കിളിന്റെ സൈഡ്സാ ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ട് സൈഡ് ബ്രെഡ്ത്ത് ആണ് x കൊടുത്തേനെ. അപ്പൊ x നമ്മൾ 14 കൊടുത്താൽ x പ്ലസ് 2 എത്ര കിട്ടി? 16 കൊടുത്തു. അപ്പൊ എല്ലാവരും ഇക്വേഷൻസ് നോക്കി, അല്ല ഇത് സ്ക്വയർസ് കേട്ടോ, എല്ലാത്തിന്റെയും സ്ക്വയർ 625ന്റെ 25ന്റെ സ്ക്വയർ 625. അതുവരെയെങ്കിലും ബൈ ഹാർട്ട് ഒന്ന് നോക്കാം അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോ കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാണ്. അടുത്തത് 3ാമത്തെ കണക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ.